ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാറാവൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള പ്രൊജക്റ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിൾ UI മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ആദ്യം ഞാൻ ബേസിക്കായിട്ട് ലാറാവലിൻ്റെ ഒരു ഓവറോൾ വ്യൂ പറയും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂസർ നെയിമിലാണ്. ഇപ്പോൾ മാക്കോസ് യൂസേഴ്സിന് ഹേർഡിൻ്റെ ഫോൾഡർ കിട്ടണമെങ്കിൽ യൂസർ നെയിമിൽ പോയാൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ തൽക്കാലം ഇവിടെ പിൻ ചെയ്യാണ്, കാരണം ഹേർഡിൻ്റെ ഫോൾഡർ നമുക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഞാനിത് ടെർമിനലിൽ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറാവൽ ന്യൂ എന്നിട്ട് പ്രൊജക്റ്റിൻ്റെ പേര് ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കമ്പോസർ വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ കമ്പോസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നോഡ്.js കാര്യങ്ങൾക്കറിയാം. നോഡ്.jsൽ NPM പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജ് മാനേജിങ് ടൂളാണ്. അതായത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ. അതേപോലെ പൈത്തണിൽ പിപ്പ് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് മാനേജിങ് ടൂളുണ്ട്. ഓക്കെ, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ PHPയിൽ വരുന്നത് കമ്പോസറാണ്. ഓക്കെ, കമ്പോസർ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യും പാക്കേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാറാവൽ ന്യൂ വെച്ചിട്ട് തന്നെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലാറാവൽ ന്യൂ എന്നിട്ടൊരു മൈ ലാറാവൽ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ചോദിക്കും നമുക്ക് സ്റ്റാർട്ടർ കിറ്റ് എന്തെങ്കിലും വേണമെന്നുള്ളത്. ലാറാവൽ ബ്രീസ്, ലാറാവൽ ജെറ്റ് സ്ട്രീം, ഓക്കെ, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇതൊന്നും നമ്മൾ നോക്കണില്ല, നമ്മൾ സ്റ്റാർട്ടർ കിറ്റ് ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണം എന്നുള്ളത്, ഏത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ടെസ്റ്റ് കൊടുക്കാതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് യെസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പോസർ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ലാറാവലിന് വേണ്ടിയിട്ടുള്ള പാക്കേജസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും കമ്പോസർ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മളോട് ചോദിക്കും ഡാറ്റാബേസ് ഏത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഡാറ്റാബേസ് MySQL നമ്മൾ നേരത്തെ കയറ്റി. പക്ഷേ തൽക്കാലം നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൊജക്റ്റിൽ ഒന്നും ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ SQLite കൊടുക്കുകയാണ്. SQLite എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ ബേസ്ഡ് ഡാറ്റാബേസാണ്. അതായത് ഒരു ഫയൽ ഉണ്ടാവും, ആ ഫയലിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാം സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമുക്ക് കാണാം, ഞാൻ നമ്മളെ പ്രൊജക്റ്റ് റൺ ചെയ്ത ശേഷം കാണിച്ചു തരാം. പിന്നെ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ടുള്ള ഡാറ്റാബേസ് മൈഗ്രേഷൻസ് റൺ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ഇത് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലാറാവൽ പ്രൊജക്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാറാവൽ ഇൻറ്റേർണലി കുറേ കാര്യങ്ങളുണ്ടാവും ട്രാക്ക് ചെയ്യാൻ. അതായത് ഇൻറ്റേർണലി ഓൾക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ഇൻറ്റേർണലി ഡാറ്റാബേസിൽ ഓൾക്ക് കുറച്ച് ടാബിൾസ് റിസർവ് ചെയ്തിട്ട് വേണ്ടി വരും. അതായത് നമ്മുടെ ഡാറ്റാബേസിൽ ഓർക്ക് ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മളെ ഡാറ്റാബേസിൽ കുറച്ച് ടാബിൾസ് ഓൾക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ടാബിൾസൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ഫയലായിട്ട് മൈഗ്രേഷൻ ഫയൽ എന്ന് പറയാം. മൈഗ്രേഷൻ ഫയലിനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഡിഫാൾട്ടായിട്ട് മൈഗ്രേഷൻ ഫയലിനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മൈഗ്രേഷൻ ഫയൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നതോട് കൂടി അതിൻ്റെ ഉള്ളിലുള്ള അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ടേബിൾ ഉണ്ടാക്കണം, പിന്നെ വേറെ യൂസർ പറഞ്ഞിട്ട് ടേബിൾ ഉണ്ടാക്കണം, ജോബ് പറഞ്ഞിട്ട് ടേബിൾ ഉണ്ടാക്കണം എന്നൊക്കെ ആ ഫയൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫയൽ നമ്മൾ ഒരു മൈഗ്രേഷൻ ഫയൽ എന്നതിന് പറയാം. അത് മൈഗ്രേറ്റ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഡാറ്റാബേസിൽ ആ ഒരു പറഞ്ഞ ടേബിളൊക്കെ ക്രിയേറ്റ് ആവും. നമ്മുടെ ഡാറ്റാബേസിൽ ഒരു പറഞ്ഞ ടേബിളൊക്കെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഒരു ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിഫാൾട്ടായിട്ട് ഓരോടുത്ത് കുറച്ച് മൈഗ്രേഷൻ ഫയലുണ്ട്, അതിൽ ഒരു കുറേ ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് റൺ ചെയ്യട്ടെ എന്നുള്ളത്. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിലോട്ട് ഓരോ ടേബിൾസ് കയറും, ഡിഫാൾട്ടായിട്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള ടേബിൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ യെസ് അടിച്ചു. പിന്നെ ചോദിക്കുന്നത് SQLiteൻ്റെയാണ്. ഇത് SQLite യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. SQLite ഫയലില്ല ഡാറ്റാബേസ്. SQLite ഫയൽ ബേസ്ഡ് ഡാറ്റാബേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഫയലില്ല, അപ്പോൾ ഉണ്ടാക്കട്ടെ ചോദിക്കുകയാണ്. അപ്പോൾ യെസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡാറ്റാബേസ് പ്രിപ്പയർ ചെയ്തു. ഒരു മൈഗ്രേഷൻ ടേബിൾ ഒരു ആദ്യം ക്രിയേറ്റ് ചെയ്ത്. മൈഗ്രേഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈഗ്രേഷൻസിൻ്റെ ഫയൽസ് ഉണ്ടല്ലോ, അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലെ അതിനും ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ 3 മൈഗ്രേഷൻ ഫയലാണിത്. 3 മൈഗ്രേഷൻ ഫയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓല് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 മൈഗ്രേഷൻ ഫയലിൽ എന്തൊക്കെ ടേബിൾസ് ഡിഫൈൻ ചെയ്യണമെന്ന് ഓല് പറഞ്ഞോ അതൊക്കെ ക്രിയേറ്റ് ആവും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ആവും. അത് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ കാണിച്ചു തരപ്പോൾ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് ഞാൻ അത് VS കോഡിൽ റൺ ചെയ്യാണ്. കോഡ് മൈ ലാറാവൽ. ഓക്കെ, അപ്പോൾ നമ്മളെ ലാറാവൽ പ്രൊജക്റ്റ് റണ്ണായി. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം എന്ത് നോക്കാം, നമ്മളിതിൽ വീറ്റ് ഉണ്ട്, package.json ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫയൽസ് ഉണ്ട് ഇതിൽ. അതൊക്കെ നമുക്ക് വഴിയെ പഠിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ഡാറ്റാബേസിലോട്ട് തന്നെ പോവാണ്. നമ്മളിപ്പോൾ മൈഗ്രേഷനെ പറ്റി പറഞ്ഞല്ലേ,
ഇതിൽ ഡാറ്റാബേസിലോട്ട് SQLite പറഞ്ഞ ഫയലുണ്ട്. ഇതാണ് ഞാൻ ഫയൽ ബേസ്ഡ് ഡാറ്റാബേസാണ് SQLite എന്ന് പറഞ്ഞത്. ഒരു ഫയലാണിത്. ഈ ഫയലിനുള്ളിൽ MySQL നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫയൽ അവിടെ ഉണ്ടാവില്ല. ഇത് SQLite യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഫയലുണ്ട്. ആ ഫയലിനുള്ളിലേക്ക് നമ്മൾ ഡാറ്റാബേസിലെ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റൻഷൻ കയറ്റണം. SQLite വ്യൂവർ പറഞ്ഞിട്ട് ഈ എക്സ്റ്റൻഷൻ ഇത് കയറ്റി കഴിഞ്ഞാൽ ഇതിന് ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പോൾ ഉള്ള ടാബിൾസ് ആണ്. യൂസേഴ്സ്, സെഷൻസ്, പാസ്വേഡ് മൈഗ്രേഷൻസ്, ജോബ്സ്, ജോബ് ബാച്ചസ്, അങ്ങനെ കുറേ ടാബിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ആയി? നമ്മുടെ ഡാറ്റാബേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ക്രിയേറ്റ് ആയി? ഈ മൈഗ്രേഷൻസ് പറഞ്ഞ ഫോൾഡർ കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ 3 ഫയൽസ്? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൈഗ്രേഷൻ ഫയൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്രിയേറ്റ് യൂസേഴ്സ് ടേബിൾ ആയിട്ടുള്ള ഈ മൈഗ്രേഷൻ ഫയൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതിൽ അപ്പ് അതേപോലെ ഡൗൺ ആയിട്ട് 2 ഫംഗ്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഈ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതാണ് ഈ അപ്പിലുണ്ടാവുക. ഇപ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു, പക്ഷെ നമുക്ക് അത് തെറ്റിപ്പോയി, തിരിച്ച് റോൾ ബാക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ റോൾ ബാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഇവിടെ ഡൗണിലുണ്ടാവുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും യൂസേഴ്സ് ആയിട്ടുള്ള സ്കീമ ക്രിയേറ്റ്, യൂസേഴ്സ് ആയിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യൂ. അതിൽ നെയിം, ഇമെയിൽ, പാസ്വേഡ് അങ്ങനത്തെ കുറച്ച് കോളംസ് കൊടുക്കും. അതേപോലെ പാസ്വേഡ്, റീസെൻറ്റ് ടോക്കൺ സെൻറ്റർ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യൂ, സെഷൻസ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യൂ. അപ്പോൾ ഈ ഫയലൊക്കെ നേരത്തെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പോൾ ഈ ടേബിൾസൊക്കെ വന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഇതിലുള്ള മൈഗ്രേഷൻ ഫയൽസ്. എക്സാമ്പിളായിട്ട് നമുക്ക് യൂസേഴ്സിൻ്റെ ടേബിൾ നോക്കാം. അപ്പോൾ യൂസേഴ്സിൻ്റെ ടേബിളിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നെയിം, ഇമെയിൽ, പാസ്വേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസിലോട്ട് വരുമ്പോൾ യൂസേഴ്സ് ടേബിൾ പോയി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു ടേബിളിൻ്റെ ആ സ്ട്രക്ചറിലാണ് ഈ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡിഫാൾട്ടായിട്ട് ലറാവലിന് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് 3 മൈഗ്രേഷൻസിലുള്ളതാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡാറ്റാബേസിൽ ടേബിൾസായിട്ട് മാറും അത്. ഓക്കെ, ഇനി നമുക്കൊരു ടു ഡു ആപ്ലിക്കേഷൻ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു ക്രിയേറ്റ് ടു ഡു table.php പറഞ്ഞിട്ടൊരു മൈഗ്രേഷൻ ഫയൽ ഉണ്ടാക്കും. ആ ഫയൽ ഉണ്ടാക്കിയിട്ട് സ്കീമ ക്രിയേറ്റ് ടു ഡു, എന്നിട്ട് അതിന് നെയിം, ടു ഡുവിൻ്റെ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഈസ് കംപ്ലീറ്റഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റാബേസിലോട്ട് നമ്മളിപ്പോൾ പോകണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം npm ഇൻസ്റ്റാൾ അടിക്കണം. കാരണം നമ്മൾ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ലറാവലിൽ റൺ ചെയ്യാൻ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും PHP ആർട്ടിസൺ സെർവ്. ഇത് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലറാവൽ പ്രൊജക്റ്റ് റണ്ണാവും. ഓക്കെ, ഈ പോർട്ടലിൽ റണ്ണാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ലറാവൽ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പോർട്ടലിൽ പോയിട്ടുള്ള ഈ വെബ്സൈറ്റ് ഇതിപ്പോൾ ഏതാണ്, ഇവിടെ ഒരു വെബ്സൈറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ കോഡ് എവിടെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഉള്ളത് വ്യൂസ്, HTML കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ റിസോഴ്സസിൻ്റെ ഉള്ളിലാണ് CSSും JSും വ്യൂസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ വ്യൂസിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണും welcome.blade.php. ഓക്കെ, അപ്പോൾ ഈ പേര് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. ജസ്റ്റ് welcome.html ആണെന്ന് കരുതുക. അതൊരു HTML ഫയലാണെന്ന് കരുതുക. ഓക്കെ, സാധാരണ HTML ഫയൽ. ഇതിൽ കുറച്ച് PHPൻ്റെ കോഡും കൂടി ഉണ്ടാവുന്നുള്ളൂ, ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒരു ലറാവൽ HTML യൂസ് ചെയ്യുന്നതിന് ഒരു ബ്ലേഡ് എഞ്ചിൻ പറഞ്ഞിട്ടൊരു സാധനം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് ഇങ്ങനെ വരിക, ഈ ഒരു സ്ട്രക്ചറിലാണ് ഇതിൻ്റെ പേര് വരിക, welcome.blade.php എന്നുള്ള സ്ട്രക്ചറിൽ. അതായത് HTML കോഡാണ്, അതിൻ്റെ ഉള്ള കുറച്ച് PHPൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഫയൽ. ഓക്കെ, ഇതിൽ നിന്നാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഓക്കെ, ഇതിൽ ഡിഫാൾട്ടായിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു പേര് ഞാൻ മാറ്റാം, ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ഒരു പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ പേര്. ഇത് ഞാൻ മാറ്റിയിട്ട് ഹലോ വേൾഡ് എന്നാക്കി, എന്നിട്ട് സേവ് അടിച്ചു. ഓക്കെ, സേവ് അടിച്ചിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാറിയിട്ടില്ല. പക്ഷേ ഞാൻ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ മാറും. ഓക്കെ, റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് കാര്യങ്ങൾ സേവ് ചെയ്ത ശേഷം വീണ്ടും റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാലാണ് ചേഞ്ചസ് വന്നിരുന്നത്. ഓരോ തവണ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ റീഫ്രഷ് അടിക്കാറുണ്ട്, അത്ര സുഖമുള്ള പരിപാടിയല്ല. ഓക്കെ, എനിവേയ്സ് നമ്മളിതിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ, അതായത് ഈ ഒരു URL പോകുമ്പോൾ ഈ ഒരു പേജ് വരണം.
എന്തുകൊണ്ട് എനിക്ക് സ്ലാഷ് ഹോം എന്നടിക്കുമ്പോൾ ഈ പേജ് വരുന്നില്ല? അപ്പോൾ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യണമല്ലോ എവിടെയെങ്കിലും. അതായത് ഇന്ന പാത്തിലോട്ട് പോകുമ്പോൾ സ്ലാഷ് ഹോമിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഫയൽ റൺ ആവണം. ഈ HTML ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ പേര് വെൽക്കം എന്നാണ്. ഞാൻ സ്ലാഷ് വെൽക്കം എന്ന് അടിച്ചപ്പോഴാണല്ലോ ഇത് വന്നത്, അല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന പാത്തിലോട്ട് പോകുമ്പോൾ ഇന്ന പേജ് വരണമെന്ന് എവിടെയും ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിനാണ് റൗട്ട്സ് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അതിൽ web.php പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സ്ലാഷിലോട്ട് പോയി കഴിഞ്ഞാൽ വെൽക്കം എന്നിട്ടുള്ള ബ്ലേഡ് റെൻഡർ ചെയ്യണമെന്നുള്ളത്. ജസ്റ്റ് ഇവിടെ പേര് നമ്മൾ വെൽക്കം എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. .blade.php കൊടുക്കില്ല. ഇതിൻ്റെ ഈ ഫസ്റ്റ് പാർട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്തിട്ട് ഹോം എന്നാക്കി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇത് കളഞ്ഞ് അടിച്ച് കഴിഞ്ഞാൽ വ്യൂ വെൽക്കം നോട്ട് ഫൗണ്ട്, വെൽക്കം ആയിട്ടുള്ളൊരു വ്യൂ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹോം ആക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ആ പ്രശ്നം തീർന്നു. അപ്പോൾ ഇനി ഹോം ബ്ലേഡ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, എല്ലാം കളയാണ്. ഇതിലുള്ള കോഡ് കളയാണ്. ഞാൻ ജസ്റ്റ് HTML ടെംപ്ലേറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്. HTML5 HTML സംഭവങ്ങൾ വരുന്നതിന് ഇവിടെ ബ്ലേഡ് ഓട്ടോ ഡിറ്റക്റ്റ്. ഓക്കെ, അതിൽ HTML ഫയൽ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ബോഡി സിമ്പിളായിട്ട് ജസ്റ്റ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരു H1 കൊടുക്കുക. ഓക്കെ, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മാറി, കണ്ടോ, ആ സംഭവം മാറി. അപ്പോൾ ഇതാണ് എൻ്റെ HTML ഫയൽ. അതിൻ്റെ ഉള്ളിലുള്ളത് ആ സ്ലാഷിലോട്ട് പോകുമ്പോൾ ഈ ഫയലാണ് ഞാൻ റെൻഡർ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ആ ഫയൽ ഇവിടെ റെൻഡർ ചെയ്ത് കിട്ടി, HTML റെൻഡർ ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പം ഇവിടെ ഹലോ വേൾഡ് എന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്നാക്കി കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്യുമ്പോഴാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എനിക്കിത് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അവിടെ അങ്ങനെ മാറണം. ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ അങ്ങനെ മാറണം. സേവ് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് മാറണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് പുതിയ ലറാവലിലൊക്കെ, പഴയ പ്രൊജക്റ്റിലൊന്നും ഇല്ലായിരുന്നു, പുതിയ പ്രൊജക്റ്റിലൊക്കെ വീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളാണ്. മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് മൊഡ്യൂൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്ത് അപ്പം തന്നെ ഇവിടെ വെബ്സൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും വളരെ ഫാസ്റ്റായിട്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ചേഞ്ച് അപ്പം തന്നെ അങ്ങനെ വെബ്സൈറ്റിൽ മാറി ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ package.json ഇതിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് npm ഇൻസ്റ്റാൾ അടിക്കുന്നു. പുതിയ ടെർമിനൽ വന്നിട്ട് ഓക്കെ, അതിന് ശേഷം npm ഇൻസ്റ്റാൾ കഴിഞ്ഞ ശേഷം ഞാൻ npm റൺ dev, അപ്പോൾ വീറ്റ് റൺ ആവും. ഓക്കെ, ഇനി നമുക്കത് റീഫ്രഷ് ചെയ്യാം. ഞാൻ ഹലോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഈ സെർവർ ക്ലോസ് ചെയ്ത് റൺ ചെയ്യാണ്. ഇപ്പോൾ ഈ സെർവർ ഉണ്ടല്ലോ, അതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഹെഡറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഹെഡറല്ല, ഹെഡിൻ്റെ ഉള്ളിൽ @വീറ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ റിസോഴ്സസ് CSS app.css റിസോഴ്സസ് JS app.js ഈ ഒരു ലൈൻ ഓഫ് കോഡ് കൊടുക്കണം. ഓക്കെ, വീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഓഫ് കോഡ് കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും, PHP ആപ്ലിക്കേഷൻ സെർവർ ഒന്നുകൂടി കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ റീഫ്രഷ് അടിച്ചു. ഹലോ വേർഡ്സ് വേണ്ടിയിട്ട് ഹലോ ആക്കി സേവ് ചെയ്ത് സൈഡിലോട്ട് പോയി കണ്ടോ, അപ്പം അങ്ങനെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സംഭവം റെഡിയാണ്. ഹലോ വേൾഡ് ആക്കി ഞാൻ ജസ്റ്റ് അപ്പുറത്തെ പേജിലോട്ട് പോയി അപ്പം തന്നെ മാറി. ഓക്കെ, അപ്പോൾ ആ സംഭവം വർക്ക് ചെയ്തു. ഇനി നമ്മൾ ഹേർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ PHP ആർട്ടിസൺ സെർവ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനാണ് നമ്മൾ ഹേർഡിൻ്റെ ഫോൾഡറിൽ കൊണ്ടുവന്നിടണമെന്ന് പറഞ്ഞത് നമ്മുടെ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹേർഡിൻ്റെ ഫോൾഡറിൽ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ ഫോൾഡറിൻ്റെ നെയിം _laravel my laravel .test, അതായത് ആ ഫോൾഡറിൻ്റെ നെയിം .test അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റ് റൺ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം my laravel .test. ഓക്കെ,
കണ്ടോ മൈ ലാറാവൽ ഡോട്ട് ടെസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് ആ പ്രൊജക്റ്റ് റൺ ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്ക് PHP ആർട്ടിസൻ സെർവറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഈ വീറ്റ് റൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ റൺ ചെയ്തിട്ടില്ല, ഒന്നും റൺ ചെയ്യില്ല, ഒക്കെ ക്ലോസ് ചെയ്ത്. ഇപ്പോൾ ഞാൻ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാലും വീറ്റ് മാനിഫെസ്റ്റോ റൺ ഫൗണ്ട്, അതായത് ഇതിപ്പോൾ നമ്മൾ വീറ്റ് കൊടുത്തിട്ടാണ് അത് കമൻറ്റ് ചെയ്ത്. ഓക്കെ, അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സംഭവം റൺ ചെയ്ത് കിട്ടും. അപ്പോൾ പക്ഷേ വീറ്റ് വേണമല്ലോ നമുക്ക്. വീറ്റ് എന്തിനാണ്? നമ്മൾ ഡെവലപ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മാറാൻ. അപ്പോൾ നമ്മൾ വീറ്റ് റൺ ചെയ്താൽ മതി, ജസ്റ്റ് വീറ്റ് മാത്രം റൺ ചെയ്താൽ മതി, അതായത് npm റണ്ടാവും മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഹോട്ട് മൊഡ്യൂൾ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഈ സാധനം കളഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ അവിടെ ചേഞ്ച് ആവും. ഓക്കെ, ഓക്കെ ഓക്കെ ഇപ്പോൾ അത് മാറാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം കൊടുത്ത ശേഷം ഹെഡറിൽ ഈ സാധനം ഹെഡറിൽ ഈ ഒരു ലൈന് കൊടുത്ത ശേഷമാണ് നമ്മൾ സേവ് ചെയ്ത ശേഷമാണ് നമ്മൾ npm റണ്ടവ് കൊടുക്കാൻ. ഓക്കെ, ഇനി മാറിക്കോളും. ഓക്കെ, മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക്, അതായത് വീറ്റ് റൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈ ലാറാവൽ ഡോട്ട് ടെസ്റ്റ് എന്നുള്ള ഈ വെബ്സൈറ്റ് ഇവിടെ കിട്ടും എപ്പോഴും. കാരണം ഹേർഡിൻ്റെ ഫോൾഡറിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് നെയിം ഡോട്ട് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റ് എപ്പോഴും റൺ ആവും. പക്ഷേ റീപ്ലേസ്മെൻറ്റ്, അതായത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ് ടൈമിൽ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ വീറ്റും റൺ ചെയ്യാനില്ല, ആർട്ടിസൻ സെർവർ റൺ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ റീഫ്രഷ് ചെയ്യാതെ തന്നെ സംഭവങ്ങൾ പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീറ്റ് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മളിതിൽ ടെയിൽവിൻഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ ക്ലോസ് ചെയ്യുന്നതാണ്, അടുത്ത വീഡിയോ ബാക്കി ചെയ്യാം. അപ്പോൾ ടെയിൽവിൻഡ് ലാറാവൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെയിൽവിൻഡ് ലാറാവൽ അടിച്ചാൽ മതി. ഓക്കെ, ഇൻസ്റ്റാൾ ടെയിൽവിൻഡ് സിസ്റ്റത്തിൽ ലാറാവൽ. ഇതിൽ ആദ്യം നമ്മൾ npm ഇൻസ്റ്റാളിൻ്റെ ഈ ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് പുതിയ ടെർമിനൽ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തത് കോപ്പി ചെയ്യുക. ഈ h1 ഞാനിപ്പോൾ തൽക്കാലം ക്ലാസ് ഒരു ഫോണ്ട് ബോൾഡ് ടെക്സ്റ്റ് 3XL അതേപോലെ ടെക്സ്റ്റ് റെഡ് 500 കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടെയിൽവിൻഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എക്സിക്യൂട്ട് കഴിഞ്ഞ് അടുത്ത ലൈൻ ഇത്. ഓക്കെ, അപ്പോൾ ടെയിൽവിൻഡിൻ്റെ ഫയൽ ഇവിടെ വന്ന് ഞാൻ ഫയലിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനം കൊണ്ടുവന്നിടണം, കണ്ടൻറ്റ്. ഓക്കെ, അത് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ടെയിൽവിൻഡ് ആപ്പ് ഡോട്ട് CSSൽ ഈ സാധനം കോപ്പി ചെയ്തിടണം. ഓക്കെ, എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓൾറെഡി വീറ്റ് റണ്ണിങ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് വെക്കാം. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം. നമ്മൾ ടെയിൽവിൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ടെയിൽവിൻഡിന് കളറൊന്ന് ജസ്റ്റ് മാറ്റിയൊക്കെ ഗ്രീനാക്കി വെക്കാം. ഗ്രീനാക്കി നോക്കാം, ഗ്രീൻ 500. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെയിൽവിൻഡ് സെറ്റപ്പായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു ചെറിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം.